നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ജെഇ ആസ്പിരൻസിൻ്റെ ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NIT കാലിക്കട്ട്. 1961 REC റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജായി ആരംഭിച്ച ഈ സ്ഥാപനം 2002 NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയായി ഉയർത്തപ്പെട്ടു. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, മാനേജ്മെന്റ്, സയൻസ് വിഷയങ്ങളിൽ ബിരുദാനന്തര കോഴ്സുകൾ നൽകുന്ന NIT കാലിക്കട്ട് 300 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ ക്യാമ്പസാണ്. 2026 ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ UG പ്രോഗ്രാമിന് ജോയിൻ ചെയ്തത് NIT കാലിക്കട്ടിലാണ്. NIT കാലിക്കട്ടിലെ BTech, BArch ഉൾപ്പെടെയുള്ള വിവിധ UG പ്രോഗ്രാമുകളിലേക്ക് 1600-ലധികം വിദ്യാർത്ഥികളാണ് ഈ വർഷം ജോയിൻ ചെയ്തത്. രാജ്യത്തെ ഏറ്റവും മികച്ച NITകളിൽ ഒന്നായ NIT കാലിക്കട്ടിലെ വിവിധ UG കോഴ്സുകളെയും അവയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നമുക്കൊന്ന് മനസ്സിലാക്കാം. ജോസ 2026 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അവിടെ NIT കാലിക്കറ്റിന്റെ ഹോം സ്റ്റേറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ കേരളത്തിൽ +2 പഠിച്ച കുട്ടികളിലെയാണ് ഹോം സ്റ്റേറ്റ് കോട്ടയായിട്ട് വരുന്നത്. അവിടുത്തെ റൗണ്ട് 5 കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 4-year BTech കോഴ്സാണ്. അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 8814 ആണ്. 99.45 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 14,263. 99.12 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ. EWS കാറ്റഗറിയുടെ കാറ്റഗറി റാങ്ക് 8,624. അവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് നിയർലി 58,000. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെയുടെ പെർസെന്റേജ് സ്കോർ 96.31 ആണ്. OBC NCL കാറ്റഗറിയുടെ കാറ്റഗറി റാങ്ക് 4,321. അവിടുത്തെ ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്ന 16,820. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെയുടെ സ്കോർ 98.95 ആണ്. SC കാറ്റഗറിയുടെ കാറ്റഗറി റാങ്ക് 2,956. അവിടുത്തെ കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്ന നിയർലി 80,000 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെയുടെ പെർസെന്റേജ് സ്കോർ 95 ആണ് അപ്രോക്സിമേറ്റ്ലി. ST കാറ്റഗറിയുടെ കാറ്റഗറി റാങ്ക് 2,865. അവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് നിയർലി 2,10,000 ആണ്. പെർസെന്റേജ് സ്കോർ നിയർലി 86 ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇനി അടുത്ത പ്രോഗ്രാം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 11,625. 99.28 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 15,005. 99.07 ആണ് ജെയുടെ പെർസെന്റേജ് സ്കോർ കറസ്പോണ്ടിങ് ആയിട്ട്. EWS കാറ്റഗറിയുടെ കാറ്റഗറി റാങ്ക് 8,817. അവിടുത്തെ ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്ന നിയർലി 59,000 ആണ്. 96.24 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ. OBC NCL കാറ്റഗറിയുടെ കാറ്റഗറി റാങ്ക് 4,867. അവിടുത്തെ ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്ന 18,650 ആണ്. 98.83 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ. SC കാറ്റഗറിയുടെ കാറ്റഗറി റാങ്ക് 4,635. അവിടുത്തെ ഓൾ ഇന്ത്യ റാങ്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന 1,09,868. 92.94 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ. ST കാറ്റഗറിയുടെ കാറ്റഗറി റാങ്ക് വന്നിരിക്കുന്ന 4,757. അവിടുത്തെ ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്ന 3,10,000 ആണ്. നിയർലി പെർസെന്റേജ് സ്കോർ 80 ആണ്. ഇനി അടുത്തത് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആണ് പ്രോഗ്രാം. അവിടുത്തെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 13,257 ആണ്. 99.17 ആണ് പെർസെന്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 18,226. 98.86 ആണ് പെർസെന്റേജ് സ്കോർ. EWS, OBC, NCL, SC, ST എല്ലാത്തിനും നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം. മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് 5-year BTech, MTech, MS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിന്റെയാണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത പ്രോഗ്രാം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അവിടെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 17,257. 98.92 ആണ് പെർസെന്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ 19,984. 98.75 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ. ബാക്കി ഓരോ കാറ്റഗറിയുടെയും ഓൾ ഇന്ത്യ റാങ്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോറും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 23,354 ആണ്. 98.54 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഒള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 26,565 ആണ്. 98.33 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെന്റേജ് സ്കോർ. സിമിലർലി നമ്മൾ EWSഉം ബാക്കി എല്ലാ കാറ്റഗറിയുടെയും
അല്ലേ? ഓൾ ഇന്ത്യ റാങ്കും കാറ്റഗറി റാങ്കും പെർസെൻറ്റേജ് സ്കോറും നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. അവിടെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 25,594 ആണ്, 98.39 പെർസെൻറ്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ 29,531, 98.15 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെയുടെ പെർസെൻറ്റേജ് സ്കോർ. സിമിലർലി നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കുക. ബാക്കി കാറ്റഗറിയുടെ എല്ലാം നോക്കി മനസ്സിലാക്കുക. അടുത്ത പ്രോഗ്രാം കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അവിടെ ഓപ്പൺ കാറ്റഗറിയുടെ എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 27,410 ആണ്, 98.28 ആണ് പെർസെൻറ്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 26,979 ആണ്, ഏകദേശം അടുത്തടുത്ത് തന്നെ അല്ലേ? 98.30 ആണ് പെർസെൻറ്റേജ് സ്കോർ വന്നിരിക്കുന്നത്. EWS OBC NCL SC STയുടെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. അടുത്ത പ്രോഗ്രാം എനർജി എഞ്ചിനീയറിംഗ് ആണ്. അവിടെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 31,589 ആണ്, 98.01 ആണ് പെർസെൻറ്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 36,371 ആണ്, 97.71 ആണ് പെർസെൻറ്റേജ് സ്കോർ. EWS OBC NCL SC STയുടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ആ കറസ്പോണ്ടിങ് ആയിട്ട് ആൾക്കാർ നോക്കി മനസ്സിലാക്കുക. അടുത്ത പ്രോഗ്രാം പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. അവിടെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 31,873 ആണ്, 97.99 ആണ് പെർസെൻറ്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 33,163, 97.92 ആണ് പെർസെൻറ്റേജ് സ്കോർ. സിമിലർലി ബാക്കി എല്ലാത്തിനെയും പെർസെൻറ്റേജ് സ്കോറും റാങ്കും ഒന്നും നോക്കിക്കൊള്ളുക. അടുത്ത പ്രോഗ്രാം മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. അവിടെയും ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 32,892 ആണ്, 97.93 ആണ് പെർസെൻറ്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 31,741 ആണ്, 98% ആണ് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കി പെർസെൻറ്റേജ് സ്കോർ ഒന്ന് നോക്കി മനസ്സിലാക്കുക. അടുത്ത് ബയോടെക്നോളജി ആണ്. അതിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 34,340 ആണ്, 97.84 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 30,130 ആണ്, 98.10 ആണ് പെർസെൻറ്റേജ് സ്കോർ. ബയോടെക്നോളജി 4 ഇയർ ബിടെക് പ്രോഗ്രാമിന്റെ ബാക്കി കാറ്റഗറിയിൽ നോക്കുക. അടുത്ത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 36,432 ആണ്, 97.70 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെയുടെ പെർസെൻറ്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 32,974 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ 97.93 ആണ്. പെർസെൻറ്റേജ്. ബാക്കി EWS OBC NCL SC കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്കും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജെയുടെ പെർസെൻറ്റേജ് സ്കോറും നോക്കുക. അടുത്ത് വന്നിരിക്കുന്നത് പിന്നെ ബി ആർക്കാണ്. ആർക്കിടെക്ചർ ആണ് വന്നിരിക്കുന്നത്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം JMain പേപ്പർ 2A ആണ് ബി ആർക്ക്. ആ ആർക്കിടെക്ചറിന്റെ റാങ്ക് ലിസ്റ്റ് വെച്ചാണ് ബി ആർക്കിന് NITകളിൽ അഡ്മിഷൻ കിട്ടുന്നത്. അവിടുത്തെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 137 ആണ്, 99.83 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് സ്കോർ. ഓപ്പൺ ഫീമെയിൽ ഉള്ളി കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 19 ആണ് അല്ലേ? 19 ആണ്, 99.98 ആണ് പെർസെൻറ്റേജ് സ്കോർ വന്നിരിക്കുന്നത്. EWSലേക്ക് വരുമ്പോൾ 1,275 ആണ് ലാസ്റ്റ് റാങ്ക്, 98.29 ആണ് പെർസെൻറ്റേജ് സ്കോർ. OBC NCL 51 ആണ് അവിടെ കാറ്റഗറി റാങ്ക്. കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് 170 ആണ്, 99.76 ആണ്. SC ST കാറ്റഗറിയിൽ കാണിച്ചിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ NIT കാലിക്കറ്റിലെ വിവിധ UG പ്രോഗ്രാമുകളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പരിചയപ്പെട്ടു. ഇനി നമുക്ക് ആ കറസ്പോണ്ടിങ് ആയിട്ട് പെർസെൻറ്റേജ് സ്കോർ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടാനുള്ള 300-ൽ എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ സ്കോർ കരസ്ഥമാക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. അത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2026 ജനുവരി സെക്ഷന്റെ പരീക്ഷകളിലെ അടിസ്ഥാനമാക്കിയാണ്. JMain 2026 സെക്ഷൻ 1-ന്റെ 99.9% സ്കോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 300-ലെ മാർക്കാണ് കാണിച്ചിരിക്കുന്നത്. 227, 234, 224, 223, 221, 228, 219, 231, 228, 226 ആണ്. അതിൻ്റെ അകത്ത് ഹയസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മാർക്ക് 234 ആണ്. ലോവസ്റ്റ് മാർക്ക് വന്നിരിക്കുന്ന 219 ആണ്. ഈ 10 മാർക്കിന്റെയും കൂടെ ഒരു ആവറേജ് മാർക്കായിട്ട് വന്നിരിക്കുന്ന 226 ആണ്. 99.9%. അപ്പം ആ റേഞ്ച് നോക്കി മനസ്സിലാക്കുക. ഈ റേഞ്ചിൽ മാർക്ക് കിട്ടിയാൽ 99.9 സ്കോർ പെർസെൻറ്റേജ് സ്കോർ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷത്തെ വെച്ചുള്ള ആക്ച്വൽ ഡേറ്റയാണ്. കഴിഞ്ഞ വർഷത്തെ വെച്ച് ഇനി അടുത്ത 99%-ന് ഇവിടെ നോക്കി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹയസ്റ്റ് മാർക്കായിട്ട് വന്നിരിക്കുന്ന 171 ആണ്. ലോവസ്റ്റ് മാർക്ക് വന്നിരിക്കുന്ന 155 ആണ്. ഈ 10 മാർക്കിന്റെയും കൂടെ ആവറേജ് വന്നിരിക്കുന്ന 162 ആണ് വന്നിരിക്കുന്നത്. 99%. ഇനി 98%-ലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം
ഈ 10 എക്സാമിൻ്റെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് മാർക്കായിട്ട് വന്നിരിക്കുന്ന 147 ആണ്, ലോവസ്റ്റ് മാർക്ക് വന്നിരിക്കുന്ന 131 ആണ്. ഈ 10 മാർക്കിൻ്റെയും കൂടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന 139 ആണ്, 98%. ഈ 97% നോക്കിക്കഴിഞ്ഞാൽ ഈ 10 മാർക്കിൻ്റെയും കൂടെ ഹയസ്റ്റ് വന്നിരിക്കുന്ന 132 ആണ്, ലോവസ്റ്റ് വന്നിരിക്കുന്ന 120 ആണ്, ആവറേജ് ആയിട്ട് വന്നിരിക്കുന്ന 125 ആണ്. ഈ 10 ഷിഫ്റ്റിൻ്റെയും കൂടെ ആവറേജ് വന്നിരിക്കുന്നു 97%. 96% നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് മാർക്ക് വന്നിരിക്കുന്ന 122 ആണ്, ലോവസ്റ്റ് മാർക്ക് വന്നിരിക്കുന്ന 110 ആണ്. ഈ 10ൻ്റെയും കൂടെ ആവറേജ് വന്നിരിക്കുന്ന 115 ആണ്. 95% നോക്കിക്കഴിഞ്ഞാൽ ഈ 10ൻ്റെയും കൂടെ ഹയസ്റ്റ് മാർക്ക് വന്നിരിക്കുന്ന 113 ആണ്, ലോവസ്റ്റ് മാർക്ക് വന്നിരിക്കുന്ന 101 ആണ്. എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് വന്നിരിക്കുന്ന 107 ആണ്. 95%. ഈ 90% നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഹയസ്റ്റ് മാർക്ക് വന്നിരിക്കുന്ന 85 ആണ്, ലോവസ്റ്റ് മാർക്ക് വന്നിരിക്കുന്ന 73 ആണ്, ആവറേജ് വന്നിരിക്കുന്ന 80 ആണ്. ആവറേജ് വന്നിരിക്കുന്നത് 90%. 2026 സെഷൻ 1ൻ്റെയാണ്. അത് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇപ്പം കഴിഞ്ഞ കൊല്ലത്തെ ആക്ച്വൽ ഡേറ്റ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഏത് റേഞ്ചിൽ മാർക്ക് കിട്ടിയാൽ ഈ പറഞ്ഞ സ്കോറൊക്കെ മേടിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കുമല്ലോ. വലിയ വ്യത്യാസം പ്ലസ് ഓർ മൈനസ് 10 ഒക്കെ വ്യത്യാസം വരുള്ളൂ, സാധ്യതയുള്ളൂ അല്ലേ? ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ബ്രില്യന്റിന്റെ പ്രോഗ്രാം IIT എയിംസ് 2029 +1 പഠനത്തോടൊപ്പം ബ്രില്യന്റിലെ എൻട്രൻസ് കോച്ചിങ് നേടി രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള അവസരം, അതിലേക്കുള്ള സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് സെപ്റ്റംബർ 13 വിവിധ സെന്ററുകളിൽ നടത്തപ്പെടുന്നു. വിശദ വിവരങ്ങൾക്ക് brilliantpara.org വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ നമ്മൾ NIT കാലിക്കറ്റിലെ വിവിധ പ്രോഗ്രാമുകളും അവിടുത്തെ പെർസെന്റേജ് സ്കോറും ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.